السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല ദിക്കുകളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി. അതുപോലെ തന്നെ നമ്മളെ മജ്ലിസിന്റെ ചുവട്ടിൽ കമന്റ് എഴുതിയ ആളുകളുണ്ട്. അല്ലാഹുവേ 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 എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ, എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഇന്നലെ ഒരു സഹോദരിയാണോ അതല്ലെങ്കിൽ സഹോദരനാണോ എന്നറിയില്ല, നമ്മളെ മജ്ലിസിന്റെ ചുവട്ടിൽ കമന്റ് എഴുതിയിട്ടുണ്ട്. ഉസ്താദേ, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. നമ്മളുടെ ദാറുൽ മുബീൻ മജ്ലിസ് സ്ഥിരമായി കാണുന്ന ഉപ്പയായിരുന്നു ഉസ്താദേ. എനിക്ക് ഈ മജ്ലിസിന്റെ ലിങ്ക് വിട്ടു തന്നത് എന്റെ ഉപ്പയായിരുന്നു. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായി ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ. ആ ഉപ്പ മരണപ്പെട്ടു പോയി എന്ന് ഒരു സഹോദരി കമന്റ് എഴുതിയത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ ഈ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകളുടെ മിസ്ലു സവാബിനെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ആ ഉപ്പയുടെ ഖബർ സ്വർഗ്ഗമാക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് ആ ഉപ്പയുടെ ഖബർ അലങ്കരിക്കണേ റബ്ബേ. പരിശുദ്ധ ഖുർആനിന്റെ നൂറ് കൊണ്ട് ആ ഉപ്പയുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. നരകത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ നല്ല നല്ല ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പുണ്യമായ ദിവസങ്ങൾ, പോരിശയുള്ള ദിവസങ്ങൾ, ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. കൂടുതലായി ഞാൻ സംസാരിക്കാതെ നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا سيد المرسلين. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, നമ്മളുടെ കഷ്ടപ്പാടുകൾ അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ പല ദിക്കുകളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ കരുണക്കടലായ പരമദയാലുവായ അല്ലാഹ് ആരൊക്കെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാം. എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലെ നല്ല നല്ല ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദിക്റ് ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കണം. ദിക്റ് ചൊല്ലി അല്ലാഹുവിലേക്ക് അടുത്താൽ അല്ലാഹുവിന്റെ സഹായം നമ്മൾക്ക് ഉണ്ടാകും, അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും, അല്ലാഹുവിന്റെ കാവൽ ഉണ്ടാകും. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നു, റാഹത്ത് ലഭിക്കുന്നു, ആഗ്രഹങ്ങൾ നിറവേറുന്നു, ഫലം ലഭിക്കുകയാണ്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത പറയുന്നുണ്ട്. ഉസ്താദേ, ഞങ്ങൾക്ക് വിഷമം വരുമ്പോ, ഞങ്ങൾക്ക് സങ്കടം വരുമ്പോ നമ്മളെ ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണാറാണ്. ഞങ്ങളെ മജ്ലിസ്, ഞങ്ങളുടെ വിഷമങ്ങൾ ഈ മജ്ലിസിന്റെ കാരണം കൊണ്ട് ടെൻഷനുകളൊക്കെ അത്ഭുതകരമായി മാറുന്നതായി കാണാമെന്നുള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ഈ മഹത്തായ മജ്ലിസ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നും പറയുന്നത് പോലെ ഹബീബായ തങ്ങളുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതാം. അതുപോലെ ഖാജ മുഈനുദ്ദീൻ അൽ-ജിസ്തിയിൽ അജ്മീരി തങ്ങളുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. സിഎം വലിയുള്ളാഹി തങ്ങളുടെ പേരിലും ഫാത്തിഹ ഓതാം. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. അതാണ് നമ്മുടെ മജ്ലിസിന്റെ വിജയം, നമ്മുടെ മജ്ലിസിന്റെ ബറക്കത്ത് അതാണ്. നമ്മുടെ മജ്ലിസിൽ മുത്തുനബിയുടെ ബറക്കത്തുണ്ട്, അജ്മീർ ഖാജ തങ്ങളുടെ ബറക്കത്തുണ്ട്,
ബറക്കത്തുണ്ട്, CM വലിയുള്ളാഹി തങ്ങളെ ബറക്കത്തുണ്ട്, ഷെയ്ഖ് ജീലാനി തങ്ങളെ ബറക്കത്തുണ്ട്. കാരണം അവരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിയാണ് നമ്മളെ മജ്ലിസ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഈ പറഞ്ഞവരുടെ പേരിൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ വിജയം നൽകണേ അല്ലാഹ്. അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. CM വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് അതിന്റെ മിസ്ലി സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് പലരും മരണപ്പെട്ടു പോയി, അവരെ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ. ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളും അകറ്റി തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അതിമഹത്തായ സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നല്ല മനസ്സോടെ നല്ല നിയ്യത്തോടെ സ്വലാത്തുൽ ഫാത്തിഹ എന്റെ കൂടെ ചൊല്ലിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഫലമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى
صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് കബൂൽ ചെയ്യണേ റഹ്മാനേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് അവിടുത്തെ പൊരുത്തം നൽകണേ റഹ്മാനേ അവിടുത്തെ മദദ് നൽകണേ റഹ്മാനേ മുത്തുനബിയെ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളെ എല്ലാ വേദനകളും അകറ്റി തരണേ അല്ലാഹ് എല്ലാ വിഷമങ്ങളും അകറ്റി തരണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മഹത്തായ മങ്കൂസ് മൗലൂദിലെ മഹത്തായ ഒരു ഹദീസ് പാരായണം ചെയ്യാം. ഇത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ റസൂലുള്ളാഹിന്റെ മദ്ഹ് നമ്മുടെ വീടുകളിൽ പറയുകയും പാടുകയും ചൊല്ലുകയും ചെയ്യണം. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന മങ്കൂസ് മൗലൂദ്, ശറഫൽ അനാം, മൗലിദുൽ ഹുസ്നി തുടങ്ങിയ മൗലൂദുകൾ വീടുകളിൽ പാരായണം ചെയ്യണം. മുഴുവനായി പാരായണം ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു ഹദീസെങ്കിലും, ഏത് ഹദീസായാലും കുഴപ്പമില്ല, മൗലൂദ് കിതാബിലെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ഒരു ഹദീസെങ്കിലും നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യുക. വലിയ ബറക്കത്തുണ്ടാകും, വലിയ കാവലുണ്ടാകും, വലിയ പോരിശയുണ്ടാകും. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നല്ല മനസ്സോടെ, നല്ല ചിന്തയോടെ, ഖൽബിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള ചിന്തകളൊക്കെ കളഞ്ഞ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുക. നമ്മളെ ഈ മഹത്തായ മജ്ലിസ് നിങ്ങൾ കുടുംബക്കാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കാവലി നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഗ ഫീ ശഹ്രി റബീൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വഅഖ്റജഹു ഫീ ആഖിരി الزمان كما قدر وابدا والبسوا خلة الجمال التي لم يلبسها احدا فولد بوجه اخجل قمرا وفرقدا الا هو الذي تبسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح
نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد بصار لهبها محمدا ورأت أمه آمنة رضي الله عنها حين عملت به ملائكة السماء مددا ودخل عليه الأنبياء وهم يقولون لها إذا طلعت شمس الفلاح والهدى فسميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف أيام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين كذب بي في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من نبوية ولم يلتقيا على صفاء قط صلى الله على سيدنا محمد صلى الله عليه وسلم എല്ലാവരും ചെല്ലണം കേട്ടോ. ഉമ്മമാരും ഉപ്പമാരും വല്യമ്മമാരും കുട്ടികളും എല്ലാവരും ചെല്ലണം. നല്ല ആത്മാർത്ഥതയോടുകൂടെ നല്ല ശബ്ദത്തിൽ ചൊല്ലിക്കോളൂ. നമ്മളെ വീട് മുഴുവനും ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ നിറയണം. മദ്ഹ് കൊണ്ട് മുഖരിതമാകണം. അതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരിക്കാതെ എല്ലാവരും ചൊല്ലി അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻത തത്ലു ബൈനനാ ഫിൽ كواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي ارتكبت على الخطا غير حسد بعد لك أشكو فيه يا سيدي خير النبي إننا نرجو إلهك في حولك للعطاس يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي إننا نرجو إلهك
كأسي حولك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إمضاء يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്. മങ്കൂസ് മൗലൂദിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ ദുരന്തങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഈ കാണുന്ന ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരന്മാര് എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ മജ്ലിസിൽ പങ്കെടുത്തതെങ്കിൽ ആ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. കഷ്ടപ്പാടുകൾ അകറ്റി കൊടുക്കണേ റബ്ബേ. കടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് ബുർദ ബൈത്തിൽ നിന്ന് അല്പം ചെല്ലാം. നല്ല ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. കാരണം ബുർദ ബൈത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അതൊരു ആത്മീയമായ മരുന്നാണ്. മഹാനരായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹുവിന് കാലിന് തളർവാദം പിടിക്കുകയാണ്. ഡോക്ടർമാരെ മുഴുവനും കാണിച്ചു, വൈദ്യന്മാരെ മുഴുവനും കാണിച്ചു. ഡോക്ടർമാര് മുഴുവനും പറയുകയാണ്, ബൂസൂരി തങ്ങളെ ഇനി ഒരിക്കലും നിങ്ങളുടെ കാലിന്റെ തളർവാദം മാറുകയില്ല. മഹാനരായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടില്ല, അവര് വിഷമിച്ചില്ല. ഇരുന്ന് അങ്ങ് എഴുതാൻ തുടങ്ങി. അതാ മഹത്തായ ബുർദ ബൈത്ത് അത്ഭുതകരമായി ഇമാം ബൂസൂരി തങ്ങളുടെ കാലിന്റെ തളർവാദം മാറുകയാണ്. ഡോക്ടർമാര് മുഴുവനും അത്ഭുതപ്പെടുകയാണ്. അത്രയും പവറുണ്ട് പ്രിയമുള്ളവരെ ബുർദ ബൈത്തിന്. ബുർദ ബൈത്തിന്റെ മഹത്വങ്ങള് ഇമാമിങ്ങൾ എത്രയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കടം വീണോ ബുർദ ബൈത്ത് പരിഹാരമാണ്. രോഗത്തിന് ബുർദ ബൈത്ത് പരിഹാരമാണ്. മാനസികമായ സംഘർഷങ്ങൾക്ക് ബുർദ ബൈത്ത് പരിഹാരമാണ്. പാരത്രിക വിജയത്തിന് ബുർദ ബൈത്ത് പരിഹാരമാണ്. സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലി ലഭിക്കാൻ ബുർദ ബൈത്ത് മതിയെന്ന് ഇമാമിങ്ങള് രേഖപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് നല്ല മനസ്സോടെ ചൊല്ലിക്കോ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല മനസ്സോടെ നല്ല നീയത്തോടുകൂടെ ജവാബ് ചെല്ലുക. ചില ആളുകൾക്ക് ബുർദ ബൈത്ത് ചൊല്ലാൻ അറിയില്ല. അപ്പൊ അത് കേൾക്കുക. കേട്ടാൽ തന്നെ പുണ്യമാണ് ബുർദ ബൈത്ത്. അത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അറബി തന്നെ കേട്ടാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് 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 ചൊല്ല്. അല്ലാഹ് 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 പോരാ, അങ്ങനെ ചെല്ലിയ പോരാ. ഉഷാറായി ചെല്ലി. നിങ്ങൾ നല്ല മനസ്സോടെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്ക് ഉഷാറോടെ ചെല്ലാൻ കഴിയും. നല്ല ഉന്മേഷത്തോടെ ചെല്ലിയും ഉറക്കം തൂങ്ങിയിട്ടല്ല ഇത് ചെല്ലേണ്ടത്. എനിക്ക് ലഭിക്കും, എനിക്കിതുകൊണ്ട് പരിഹാരം ലഭിക്കും. ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. എനിക്ക് റൗളയിൽ ചെല്ലാൻ കഴിയും. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കഴിയും. എനിക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ കഴിയും. റസൂലുള്ളാഹിനെ സ്നേഹം വെക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് ഉൾപ്പെടാൻ കഴിയുമെന്നുള്ള നിയത്തോടെ നല്ല ഉന്മേഷത്തോടെ ചൊല്ലണം. അല്ലാതെ ഇങ്ങനെ ഉറക്കം തൂങ്ങി
മുങ്ങിട്ട് ആർക്കോ വേണ്ടിയിട്ട് ചൊല്ലിട്ട് കാര്യമില്ല. നല്ല നീയത്തോടെ ചൊല്ലിക്കോ, അള്ളാഹു സ്വീകരിക്കട്ടെ. ചൊല്ലേ അല്ലാ 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 ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് 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 ആമിൻ തദകൂരി ജീറാനിൻ ബിദി സലാമി മസജ്തദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി അല്ലാഹ് 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 അംഹബതി റിഹു മിൻ തിൽഖാഇ കാലിമതി വഔമലൽ ബർഖു ഫീ ലൽമാഇ മിൻ ഇലമി അല്ലാഹ് 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 ഫമാ ലി ഐനൈക ഇൻ ഖുൽത കുഫാ അമാതാ വമാ ലി ഖൽബിക ഇൻ ഖുൽത അസ്തഫിഖ യഹീമി അല്ലാഹ് 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 യഹ്സബു സബ്ബു അനൽ ഹുബ്ബ മുൻഖതിമു മാ ബൈന മുസജിമി മിൻഹു വ മുൽതരിമി അല്ലാഹ് 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 ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൗലൽ ഹവാ ലം തുരീഖ് ദമ്മൻ അലാ ത്വലാലി വലാ അരിഖ്തലി ദിക്രിൽ ബാനി വൽ ആലമി അല്ലാഹ് 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 ഫകൈഫ തുൻകിറൂഹു ബഅദമാ ശഹീദത് ബിഹി അലൈക ഊദു ലുദ്ദംഇ വസഖമി അല്ലാഹ് 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 വഅത്ബതൽ വജ്ദു ഖതൈ അബ്റത്തിൻ ബാലനാ മിഥിലൽ ബഹാരി അലാ ഖതൈക വൽ ആനമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം നഅം സറ ത്വയ്ഫ മൻ അഹ്വാ ഫഅറകനി വൽ ഹുബ്ബു യതരിമു ലذാതി ബിൽ ആലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ
ഫിൽ ഖൽഖി കുല്ലിഹിം. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ. ബറക്കത്തിന് വേണ്ടി ഞങ്ങളെ ഈ മജ്ലിസിൽ ബുർദ ബൈത്തിൽ നിന്ന് അല്പം ചൊല്ലിയിട്ടുണ്ട്. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ, വേദനകളും ശിഫയാക്കണേ അല്ലാ. ഹോസ്പിറ്റലിലുള്ളവർക്ക് പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. പ്രഷർ, ഷുഗർ, കണ്ണേറുള്ള ആളുകൾ, സിഗറുള്ള ആളുകളുണ്ട് റബ്ബേ, ക്യാൻസർ ഉള്ള ആളുകളുണ്ട് അല്ലാ. കാലുവേദന, ഊരവേദന, കണ്ണുവേദന, തലവേദന, വയറുവേദന, അല്ലാഹുവേ പുറത്ത് പറയാൻ മടിയുള്ള ആളുകൾ, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, ഞങ്ങൾ ചൊല്ലിയ ഈ ബുർദ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാ. എല്ലാ വേദനകളും അകറ്റണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഇനി നമ്മൾക്ക് അതിമഹത്തായ ഫാത്തിമിയ സ്വലാത്ത് ഒരുമിച്ച് ചൊല്ലാം. നല്ല മനസ്സോടെ, നല്ല നിയത്തോടെ ചൊല്ലിക്കോളൂ. ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് പോരിശകൾ നിറഞ്ഞ സ്വലാത്താണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, 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 اللهم صل على النور وأهلي، 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 اللهم صل على النور وأهلي. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ. റഹ്മാനായ റഹീമായ കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ റസ്സാഖായ ഖഹാറായ ഗഫാറായ സ്വലാമായ നാസിറായ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പടച്ചവനെ, ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരത്തിലേറെ ആളുകള് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, ആമീൻ പറയുന്നുണ്ട്. ഞങ്ങളെ ആമീന് കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ റബ്ബേ, ഞങ്ങളെ വേദനകൾ അകറ്റിത്തരണേ റബ്ബേ, ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ റബ്ബേ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ, നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാ, നീ തിരുനോട്ടം നൽകുന്ന മജ്ലിസാക്കണേ റബ്ബേ. എത്ര രോഗികളാണ് ഞങ്ങളെ മജ്ലിസില്. കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, കാലുവേദന, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട് റബ്ബേ, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് റബ്ബേ, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് റബ്ബേ, പ്രഷറുള്ളവര്, ഷുഗറുള്ളവരുണ്ട് അല്ലാഹുവേ, ക്യാൻസർ ഉള്ള ആളുകളുണ്ട്. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ, ഈ മജ്ലിസ് കാണുന്നവരെ
കാക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ എടുത്തു മാറ്റണേ പടച്ചവനെ, എടുത്തു കളയണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആഫിയത്തുള്ള ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ രോഗത്തിന് ശമനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഒരുപാട് ആളുകൾ കടക്കാരാണ്, പല രൂപത്തിൽ കടക്കാരാണ്. മക്കളെ വിവാഹം ചെയ്തു കൊടുത്ത് കടം വന്ന ആളുകൾ, കച്ചവടം നടത്തി കടം വന്ന ആളുകളുണ്ട് റബ്ബേ. സ്വന്തമായി വീട് വെച്ചതിന്റെ പേരിൽ കടം വന്ന ആളുകളുണ്ട്, മക്കളെ പഠിപ്പിച്ച് കടം വന്ന ആളുകളുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടം വന്ന ആളുകളുണ്ട് റബ്ബേ. ഭക്ഷണം കഴിക്കാനില്ലാതെ, അരി വാങ്ങാൻ ക്യാഷില്ലാതെ, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ ക്യാഷില്ലാതെ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഹലാലായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. എത്ര കൊടുത്താലും തീരാത്ത നിന്റെ ഖജനാവിലേക്കാണ് ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട മുത്തു മുഅ്മിനീങ്ങള് ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുള്ളത്. ആ കരങ്ങളെ ഖായിബായി ഖാസിറാക്കി മടക്കല്ല റബ്ബേ. ദുആക്ക് ഇജാബത്ത് നൽകല്ലാ. ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ റബ്ബേ. കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ, തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുകയാണ്, വീട് വെക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് നല്ല വീട് കൊടുക്കല്ലാ, നല്ല സ്ഥലം കൊടുക്കല്ലാ, അതിനുള്ള സമ്പത്ത് നൽകണേ റബ്ബേ. വീട് പണി തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിലക്ക് തന്നെ വിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അതിന് നിന്റെ സഹായം നൽകണേ റബ്ബേ. ജോലിയില്ലാതെ എത്രയെത്ര ആളുകളാണ് കഷ്ടപ്പെടുന്നത്. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പലരും വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യുന്ന ആളുകളാണ്. കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന ആളുകളുണ്ട് റബ്ബേ. സാധുവായ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തടക്കം അല്ലാഹുവേ കടലിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് നല്ല മത്സ്യം നൽകണേ റഹ്മാനെ. നല്ല മത്സ്യം പിടിച്ച് കച്ചവടം നടത്താനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അവരെ വരുമാന മാർഗം കടലിലാണ്. ആ വരുമാന മാർഗം നീ തടസ്സപ്പെടുത്തല്ല അല്ലാ. അവർക്ക് നല്ല ബർക്കത്ത് നൽകണേ റഹ്മാനെ. കടലിലേക്ക് പോകുമ്പോ അവർക്ക് നിന്റെ കാവൽ നൽകല്ല, അവർക്ക് നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകള്, ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ബർക്കത്ത് നൽകല്ല, സംരക്ഷണം നൽകല്ല, കാവൽ നൽകല്ല. ജോലിയിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. സാലറിയിൽ വർധനവ് നൽകണേ അല്ലാ. നാട്ടിലെ പല കച്ചവടങ്ങളും ബിസിനസ്സുകളും തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അസൂയാലുക്കളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. മക്കളുടെ വിവാഹം ശരിയാവാതെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ മക്കൾക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. എന്ത് തടസ്സമുണ്ടെങ്കിലും നീക്കി കൊടുക്കണേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. സാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. മക്കളില്ലാതെ റബ്ബേ ഒരുപാട് സഹോദരിമാര് പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ് റബ്ബേ. ഞങ്ങളെ ചൊല്ലിയ ദിക്റുകളുടെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, പ്രാർത്ഥനകളുടെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം കാരണം എത്ര മാതാപിതാക്കളാണ് വിഷമത്തിൽ, എത്രമാത്രം മാതാപിതാക്കളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടിനെ തൊട്ട് മക്കളെ കാക്കണേ റബ്ബേ.
റബ്ബേ. ചീത്ത സ്വഭാവങ്ങളെ തൊട്ട് മക്കളെ കാക്കണേ റബ്ബേ. മക്കൾക്ക് സൽ സ്വഭാവം നൽകണേ അല്ലാ. അദബുള്ള ഈമാനുള്ള തഖ്വയുള്ള സ്നേഹമുള്ള മക്കളാക്കണേ റബ്ബേ. കാബാലികന്മാരുടെ കാബാലങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ റബ്ബേ. കാട്ടാളന്മാരുടെ കാട്ടാള ഹസ്തങ്ങളെ തൊട്ട് ഞങ്ങളെ കുഞ്ഞുമക്കളെ കാക്കണേ റബ്ബേ. മക്കൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാ. പഠിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാ. എന്ത് പരീക്ഷ എഴുതുന്ന മക്കളാണെങ്കിലും ആ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവരുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ റഹ്മാനെ. പരീക്ഷകളിൽ നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. സ്നേഹമുള്ള ഐക്യമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബ കലഹങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. മക്കളെ കെട്ടിച്ച് വീടുകളിലൊക്കെ സന്തോഷം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. സ്നേഹമുള്ള കുടുംബമാക്കി മാറ്റണേ റബ്ബേ. സിഹർ കണ്ണേറുകളെ തൊട്ട് പിശാച് ബാധയെ തൊട്ട് മറ്റുള്ള ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നീക്കുപോക്ക് വരവോക്കളെ തൊട്ട് കാക്കണേ റബ്ബേ. ശത്രുക്കളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റബ്ബേ. സാധുക്കളായ ഞങ്ങൾക്ക് 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് നൽകല്ല. ഞങ്ങളെ മക്കൾക്ക് നൽകണേ റഹ്മാനെ. ഭർത്താക്കന്മാർക്ക് നൽകല്ല, ഭാര്യമാർക്ക് നൽകല്ല, കുടുംബക്കാർക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യാൻ നിസ്കരിക്കാൻ ഖുർആൻ ഓതാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ വളരെ കുറവാണ്. അത് തള്ളിക്കളയല്ല റബ്ബേ. സ്വീകരിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകല്ല. മുത്തുനബിയുടെ റൗളയിൽ പോകാൻ ഭാഗ്യം നൽകല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാത്ര എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ഒരാളോടും വെറുപ്പില്ലാതെ അസൂയയില്ലാതെ അഹങ്കാരമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകല്ല. നിന്റെ സഹായം നൽകണേ പടച്ചവനെ. നിന്റെ സംരക്ഷണം നൽകണേ പടച്ചവനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ കുഞ്ഞുമക്കളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ റഹ്മാനെ. അവർക്ക് റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ചെറുപ്പകാലത്ത് അവർ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് നൽകല്ല. ആഫിയത്തും ആരോഗ്യവും നൽകല്ല. അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. അവരെ മുറാദുകൾ ഹസിലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യ മക്കള്, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ കുടുംബം, അവരുടെ മക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര്. അല്ലാ 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 അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. പാവപ്പെട്ട മുത്തുമുഅ്മിനീങ്ങള്, ഞങ്ങളെ അയൽവാസികള്, ഞങ്ങളെ നാട്ടിലുള്ള ആളുകള്, ഞങ്ങള് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകള്, പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് സ്വന്തം മാതാപിതാക്കളെ പോലെ ഭക്ഷണം തന്ന മാതാപിതാക്കളുണ്ട് റബ്ബേ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും സംരക്ഷണവും സന്തോഷവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ ആണ്ടാണ്, 14ആണ്, 3ആണ്, 7ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബർ സ്വർഗ്ഗമാക്കണേ റഹ്മാനെ. ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ അലങ്കരിച്ചു കൊടുക്കണേ റഹ്മാനെ. നരകത്തിനെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ
കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഈ മഹത്തായ മജ്ലിസില് പലരും പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട്, ജോലിയുടെ കാര്യം പറഞ്ഞവരുണ്ട്, മരണപ്പെട്ടു പോയവരുടെ കാര്യം പറഞ്ഞവരുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, വിവാഹത്തിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, പരീക്ഷയുടെ കാര്യം പറഞ്ഞവരുണ്ട്, വീടിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, ലോണിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, കടത്തിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ദുസ്വഭാവം പറഞ്ഞവരുണ്ട്, ഭാര്യമാരെ ദുസ്വഭാവം പറഞ്ഞവരുണ്ട്, ടെൻഷൻ പറഞ്ഞ ആളുകളുണ്ട്, രോഗം പറഞ്ഞ ആളുകളുണ്ട്. എല്ലാം നിനക്കറിയാമല്ലോ. മുഴുവനായി ഞാൻ ഇവിടെ പറയുന്നില്ല, ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും നിനക്കറിയാമല്ലോ. എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കണേ റഹ്മാനെ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാ. ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് കാണുന്നവർക്ക് സ്ഥിരമായി കാണാനുള്ള മനസ്സ് നൽകണേ അല്ലാ. സ്ഥിരമായി കാണുന്നവരുണ്ട്, അവർക്ക് പ്രത്യേക കാവൽ നൽകല്ലാ. അവസാനം ഞങ്ങൾക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.